സുഹൃത്തുക്കളെ, സുഹേൽ തച്ചോടിയാണ്. ഞാൻ എന്നുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ അടുത്താ. നമ്മളെ ദുൽഖർ സൽമാൻ എന്നാ ഞാൻ വിളിക്കല് മൂപ്പരെ. ദുൽഖർ സൽമാനാണ് വിളയൂർ 1-ാം വാർഡിൽ മത്സരിക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തും കൂടിയാണ് റാഫി. അപ്പോൾ റാഫിനെ കാണാൻ കുറേ ഇങ്ങനെ ഒരു ഒഴിവ് കിട്ടായിട്ട് ഇപ്പൊ എന്നാ ഒരു ഒഴിവ് കിട്ടിയത്. അപ്പോൾ ഒന്ന് വന്നതാണ്. മൂപ്പര് ഭയങ്കര തിരക്കിലാണ്. ഇപ്പോൾ വോട്ട് ചോദിക്കുന്നൊക്കെ തിരക്കില്ല. എന്താ അവസ്ഥ? എന്താ സുഖം, അടിപൊളിയാണ്. 1-ാം വാർഡിൽ ഇപ്പം നമ്മള് ആദ്യമായിട്ടാണ്, നമ്മുടെ കന്നി അംഗമാണ്, തുടക്കമാണ്. ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനൊന്നല്ല. നമ്മളെ നാട്ടിലിങ്ങനെ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മള് ബ്ലഡ് ഡൊണേഷൻ. എനിക്കറിയാം. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ വളരെ ദുർലഭ ആളുകൾക്ക് കിട്ടുന്ന ഈ നെഗറ്റീവ് ഞാൻ പല സമയത്തും ബന്ധപ്പെട്ടിട്ടുണ്ട് റാഫിനെ. റാഫി ശരിക്കും ഒരു 3 മാസം കൂടുമ്പോഴേ ബ്ലഡ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ 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 അതെ. ചിലപ്പോൾ അതിന്റെ മുന്നും കൊടുത്തിട്ടുണ്ട് റാഫി. വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു ബ്ലഡും കൂടിയാണ്. അപ്പൊ എല്ലാ മേഖലകളിലും നമ്മൾക്ക് ഈ സഹജീവികളൊക്കെ ചേർത്ത് പിടിക്കുന്ന റാഫി മുമ്പിലാണ്. കാരണം നമ്മളൊക്കെ ഒരു സ്റ്റാറ്റസ് വെച്ചാൽ മൂപ്പര് അതിന് എന്താ അവസ്ഥ എന്താന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സഹായമാണെങ്കിലും ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും റാഫിക്ക് ഒരു വോട്ട് നിങ്ങൾ ചെയ്താൽ അത് നഷ്ടമാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് ഇവിടുത്തെ നാട്ടുകാരോട് ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. അപ്പം രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി, രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതമായി യുവ തലമുറക്ക് വേണ്ടി ഈ ഒരു യുവ നേതാവും കൂടിയാണ്. നേതാവ് എന്ന് പറയാ, നേതാവ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും നേതാവ് എന്ന് പറയാം. കാരണം അത്രക്കും ജനങ്ങളുടെ ഇടയിൽ ചികിത്സ ആയാലും ഒരു ഹോസ്പിറ്റൽ കേസായാലും ഒക്കെ റാഫിയുടെ മുഖം അവിടെ കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വോട്ടൊന്നും നഷ്ടമാവില്ല റാഫിക്ക് ഒരു വോട്ട് ചെയ്താൽ. അപ്പോൾ എല്ലാവരും റാഫിനെ വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. വേറെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? വേറെന്താ, തന്നെ ഒരു അവസരം നൽകുക. നമ്മളെ കന്നി അംഗമാണ്. അപ്പോൾ സജീവ പ്രവർത്തനം എന്നല്ല, രാഷ്ട്രീയത്തിലൊന്നും സജീവ പ്രവർത്തനം കാഴ്ച ആളെന്നല്ല. പക്ഷേ നമ്മൾ ഒരു അവസരം നൽകുകയാണെങ്കിൽ ജനങ്ങളുടെ ന്യായമായ ഏത് ആവശ്യങ്ങൾക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ കൂടെ ഉണ്ടാവും തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ജയസാധ്യത റാഫിയാണ്. എന്തുകൊണ്ട് ഒരു ചെറുപ്പക്കാരനാണ്. പിന്നെ ജനങ്ങൾക്ക് നല്ല ഒരു സഹായങ്ങളും കാര്യങ്ങളും നല്ല ചെയ്യും. രാഷ്ട്രീയത്തിൽ അത്ര ഇതില്ലാച്ചാലും ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ മുന്നേ ഇറങ്ങുന്നതിന്റെ മുന്നേ ജനങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസും മറ്റേ പല കാര്യങ്ങളായിട്ട് പിന്നെ നമ്മള് ക്ലബിലൊക്കെ ഭയങ്കര സജീവമാണ്. പിന്നെ നമുക്ക് വെള്ളപ്പൊക്കത്തിന്റെ അതിലൊക്കെ കണ്ടമാനം ആൾക്കാർക്ക് സഹായം ചെയ്തു കൊടുത്തു. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനമാണ്. അങ്ങനത്തെ ആളുകളെ നമുക്ക് അങ്ങനത്തെ ആളുകളെ യുവാവും കൂടിയാണ്, ചെറുപ്പക്കാരനല്ലേ. ജയിച്ചു വരട്ടെ. റാഫി ജയിക്കും. ജയിക്കും അല്ലേ? ഉറപ്പാ? നല്ല ആളാണ്. ഈ ഒരു പിന്നെ സാമൂഹിക ഒരു പ്രവർത്തകനാണ്. പിന്നെ ചാരിറ്റിയുടെ ഒക്കെ നല്ലൊരു പ്രവർത്തകനാണ്. പിന്നെ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായേക്കും. അതേമാതിരി മറ്റേ ഇതുണ്ടായല്ലോ കൊറോണയൊക്കെ, എന്നൊക്കെ കാര്യമായിട്ട് ആളുകൾക്കൊക്കെ എല്ലാ സഹായങ്ങളും എത്തിച്ചു. റാഫി മുന്നിലുണ്ടായിരുന്നു. ഓരോ രോഗക്കാർക്കും എന്തെങ്കിലുമൊക്കെ സഹായമായിട്ടും എന്തെങ്കിലുമൊക്കെ ആയിട്ടും അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് റാഫി അല്ലേ? ആള് ഉഷാറാണ്. എല്ലാത്തിനും എല്ലാ ഏതിലും ആണെച്ചാലും വന്ന് പെട്ടിട്ട് ആൾക്കാരെ സഹായിക്കാനും അവരെ സംരക്ഷിക്കാനും അവർക്ക് എന്ത് നേട്ടങ്ങളും ചെയ്തു കൊടുക്കാനും രാഷ്ട്രീയം നോക്കാതെ എന്ത് കാര്യങ്ങളാണ് ആളുകളെല്ലാം നമുക്ക് വേണ്ട എന്ത് കാര്യങ്ങളും മുന്നിട്ടിറങ്ങും. എവിടെ വെച്ചാലും ഒരു ഫോൺ ചെയ്താലും മതി, അപ്പൊ ഇവിടെ എത്തും. വേറെ ആള് എത്തില്ലെങ്കിലും ഓൻ അവിടെ എത്തും. അല്ലെങ്കിൽ ഓന്റെ വീട്ടിൽ നിന്ന് തന്നെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് ആൾക്കാരെ അവിടെ എത്തിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരാളാണ് റാഫി. റാഫിയ, മതസൗഹാർദ്ദത്തിന് പേര് കേട്ട കളരിക്കൽ ക്ഷേത്രം ഉൾപ്പെടുന്ന വാർഡിലാണ് നീ മത്സരിക്കുന്നത്. അപ്പോൾ ഈ വാർഡിലെ ജനങ്ങളെ നിന്നെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നീ എന്ത് ചെയ്യും? ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു വിവേചനം കൂടാതെ ജനങ്ങളുടെ ന്യായമായ ഏത് ആവശ്യങ്ങൾക്കും ഞാൻ സദാസമയം വിളിപ്പുറത്തുണ്ടാവും. അതുപോലെ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കലാകായിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടും ദൈനംദിന കാര്യങ്ങളുടെ വികസനങ്ങൾക്ക് വേണ്ടിയിട്ടും ശക്തമായിട്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഓക്കെ, അപ്പോൾ 1-ാം വാർഡിൽ ഒന്നാമതാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോ വോട്ടുകളും നമ്മളെ സുഹൃത്ത് റാഫിക്ക് നൽകുക. അപ്പോൾ മറക്കണ്ട. ഓക്കെ.